ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ പറഞ്ഞതുപോലെ ഒരു മാപ്പ് പറച്ചിലിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ മെൻഷൻ ചെയ്തെടുത്തിരിക്കുന്ന വീഡിയോ ഫിറോസിൻ്റെയാണ്, ഫിറോസ് കടയാണ്. മനസ്സിലായി കാണുമല്ലോ, പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. രേണു സുധിക്ക് വീട് വെച്ച് കൊടുത്ത ആ വ്യക്തിയുടെ വീഡിയോ. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് അതിൻ്റെ ചെറിയൊരു പാർട്ട് കണ്ടു നോക്കാം. എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാണ് കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. കേട്ടല്ലോ, ഈ വീഡിയോ ഫിറോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ തുടക്കത്തിൽ ഈ ബിഷപ്പിൻ്റെ വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുക എന്നുള്ളതല്ലേ സാധാരണ നമ്മളെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടത് എന്തിനാണെന്നുള്ളത് പോകുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എങ്കിലും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്, ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്, കുടുംബക്കാരെല്ലാവരും ചോദിക്കുന്നു എന്തിനു കൊടുത്തു എന്ന്. അത് അവർ ചോദിക്കുന്ന അർത്ഥം ചിലപ്പോൾ വേറെ ആയിരിക്കും. കാരണം കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് അവരെ ഈ കൊടുത്തതിൻ്റെ പേരും പറഞ്ഞ് അവരെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എന്തിനാ, അപ്പം പിന്നെ എന്തിനു കൊടുത്തു എന്നുള്ളൊരർത്ഥത്തിലായിരിക്കും കുടുംബക്കാർ ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു എന്ന് ഇവിടെ മറ്റുള്ളവരെ ഓർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് ജീവിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഏകദേശം 20-25 ലക്ഷം രൂപയ്ക്ക് അതിമനോഹരമായ ഒരു വീടും അതിൻ്റെ കോമ്പൗണ്ട് വാളും എല്ലാം ഞങ്ങൾ പലരിൽ നിന്നായിട്ട് സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഞങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടും ഞങ്ങൾ ചെയ്തു കൊടുത്തു. ആ വീട് വയ്ക്കാൻ 25 ലക്ഷം രൂപയായിരുന്നു. അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ക്വാളിറ്റി ഇല്ലെന്നേ. പിന്നെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ ഉരു നിലത്ത് വീഴുക, കൈ കഴുകി കഴിഞ്ഞാൽ വാഷ് ബേസിൻ ഇളക്കി താഴെ വീഴുക, അങ്ങനെയൊക്കെയുള്ളതൊക്കെ സംഭവിക്കുമോ? നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചുണ്ടാക്കിയാൽ പോലും ഇത്ര റേറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുമൊക്കെ വളരെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ സ്വന്തമായിട്ടൊക്കെ ഒരു വീട് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞു പോയതാണേ. പിന്നെ അത് വെച്ചിട്ട് ഒരു 7 വർഷത്തോളമായി നമ്മളൊക്കെ വീട് വെച്ചിട്ട്. അപ്പം ഈ മെറ്റീരിയലിൻ്റെയൊക്കെ റേറ്റിൽ വ്യത്യാസം വന്ന് കാണും, അത് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. 25 ലക്ഷത്തിൻ്റെ ഒരു പടുക്കയില്ല. ആ അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 നില വീട് നല്ല ആർഭാടത്തിൽ ഉണ്ടാക്കാമായിരുന്നു. അവർ സുഖമായി ജീവിക്കട്ടെ, ഇത്രമാത്രം എനിക്ക് ഈ വിവാദങ്ങളിൽ പറയാനുള്ളൂ. ദയവ് ചെയ്ത് വീണ്ടും ഈ വിവാദങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഒരു വീട് വെച്ച് കൊടുത്തിട്ട് 1 വർഷം ആവുന്നതിന് മുമ്പേ അതിനകത്ത് വന്ന പോരായ്മകൾ, അതായത് ആ ചാറ്റമഴ പെയ്യുന്നതും മതിൽ പൊളിഞ്ഞു പോകുന്നതും ഇങ്ങനെയുള്ള ആ വീട്ടിനകത്തുണ്ടായ ഫാൾട്ടല്ല താങ്കളുടെ തന്നെ ആദ്യം വിളിച്ച് പറയുന്നത്. അത് ചെവിക്കൊള്ളാതിരുന്നിട്ട് നമ്മളൊരു ദാനം പോലെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞ് നടക്കുന്നു. നന്ദിയില്ലാത്തവൾ എന്നാണ് താങ്കളൊക്കെ ആദ്യം പ്രതികരിച്ചത്. പിന്നീട് നിങ്ങൾക്കത് മനസ്സിലായി, ഇവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി, നിങ്ങൾ ആ പോരായ്മകളെല്ലാം തീർത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആരാണ് ഇതിൽ നന്ദിയോട് കാണിച്ചെന്ന് പറയുന്നത്? അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവർ ഇമാജിൻ ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നന്ദി കെട്ട കുടുംബം, നന്ദി ഇല്ലാത്തവരെന്നും പറഞ്ഞ് പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തത് താങ്കൾ ഒറ്റൊരു വ്യക്തി മാത്രമാണ്. അന്നും ഇന്നും അവർ ഈ പേരുദോഷം കേൾക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ്. അത് താങ്കളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അതിനോട് ബെനിഫിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസിൽ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടി എന്നാണോ അതിനർത്ഥം? അപ്പം താങ്കൾ പറഞ്ഞല്ലോ ബെനിഫിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞത് അച്ഛനാണെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ എന്ത് ബെനിഫിറ്റ് കണ്ടിട്ടാണ് അവർക്ക് ഈ വസ്തു ദാനം കൊടുത്തത്? ദാനം കൊടുക്കുമ്പോൾ നമ്മൾ ബെനിഫിറ്റായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹവും ആ നന്മ കൊണ്ട് കിട്ടുന്ന അനുഗ്രഹങ്ങളുമാണ്. അതല്ലാതെ വേറെന്ത് ബെനിഫിറ്റാണ് അച്ഛൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്? ഈ ദാനം കൊടുക്കുന്ന സമയത്ത് ബെനിഫിറ്റായിട്ട് ഒരു ദൈവപുത്രൻ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഇതല്ലാതെ വേറെന്താണ് ഒരു ദൈവപുത്രൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഇട്ടൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടതിന് കുറേ മഹതികളും കുറേ മഹാന്മാരും വന്ന് എന്നെ അങ്ങ് പൊതിഞ്ഞു വിളിച്ച് ഇപ്പോഴും അതിന് എതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ അച്ഛൻ്റെ കുപ്പായത്തെ ബഹുമാനിച്ചില്ല, വേറെ എന്താണ്ട് പറഞ്ഞ് അത് പറഞ്ഞ് ഇത് പറഞ്ഞെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്ക്, അച്ഛൻ എന്ത് ബെനിഫിറ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ദാനം കൊടുത്തത്? ഈ കുറേ കിടന്ന് പ്രസംഗിച്ചല്ലേ, നിങ്ങൾ പറ എന്താണ് അച്ഛൻ ബെനിഫിറ്റായിട്ട് ആഗ്രഹിച്ചത്? എന്താണ് അച്ഛൻ ബെനിഫിറ്റായിട്ട് ഉദ്ദേശിച്ചതെന്ന്? ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ദൈവപുത്രന്മാരെ ദാനം കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ഘോരം പ്രസംഗിച്ചവരൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം.
പിന്നെ പേഴ്സണലായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം സെൻറ്റിന് വെറും 5000 രൂപ വരെ ഉള്ളെങ്കിൽ പോലും ആ ഒരു സെൻറ്റ് പോലും ആരും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യർക്കും ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വീട് വയ്ക്കാൻ 25 ലക്ഷം രൂപയായെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ പോലും സ്വന്തക്കാർ പോലും സഹായിക്കാത്ത ഈ കാലത്ത് അതൊക്കെ ചെയ്യുന്നത് വലിയ മഹത്തരം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ പല കാസ്റ്റിൽപ്പെട്ട ചാരിറ്റബിൾ ട്രസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിർദ്ധരായവർക്ക്, അതായത് സാമ്പത്തികമായിട്ടായാലും പിന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് സഹായം ചെയ്യുക. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കുക, വേറെ പിന്നെ അസുഖമുള്ളവർക്ക് ആ ചികിത്സിക്കാനുള്ള പൈസ കൊടുക്കുക. അങ്ങനെ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ, നിർദ്ധരായവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ട് അവർ പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുന്നത് അവരുടെ കുടുംബസ്വത്ത് എടുത്ത് കൊടുക്കുന്ന അതല്ല അതിനർത്ഥം. പല രാജ്യത്തിൽ നിന്നും പല ആൾക്കാരും പലരുടെയും സഹായങ്ങൾ ഇവർക്ക് വന്നിട്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്താണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് നമ്മളൊരു പിന്നെ ദാനം ചെയ്യുമ്പോൾ അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടുന്നത്. അല്ലാതെ പേര് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് കൊടുത്തു എന്ന് പറഞ്ഞ് പേര് കിട്ടാൻ വേണ്ടി ചെയ്യുകയല്ല വേണ്ടത്. അവർക്ക് എന്നത്തേക്കുമാണ് എന്നുള്ള രീതി വേണം നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കേണ്ടുന്നത്. ഇതിപ്പോൾ ഒരു വീട് വെച്ച് കൊടുത്ത് 1 വർഷം ആവുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് പോരായ്മകൾ വന്നപ്പോൾ അത് വെച്ച ആളോടല്ലാതെ വേറെ ആരോടാണ് അവർ പറഞ്ഞു കൊടുക്കേണ്ടുന്നത്? അത് ആ ഒരൊറ്റ കാര്യം ചെയ്തതിന് വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ഈ കൊച്ചു കുടുംബം, ഈ ലോകം മൊത്തം കിടന്ന് അനുഭവിക്കുന്ന ഈ സൈബർ അറ്റാക്ക്. വീടെന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ ജീവിത അവസാനം വരെ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനമാണ്. അത് പേരിന് വേണ്ടി ചെയ്തു കൊടുത്തു കഴിഞ്ഞ് തൊടുമ്പോൾ തന്നെ പൊഴിച്ചു വീണ കുമ്മായം കൊണ്ട് പൂശുകയും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കുകയും ചെയ്യുന്ന കണക്കത്തുള്ള എല്ലാം ഉണ്ടാക്കി കൊടുത്ത് പേരെടുക്കുകയല്ല ചെയ്യേണ്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടിയും വരും. യാതൊരുവിധ നിവൃത്തിയില്ലാത്തവർക്കായിരിക്കുമല്ലോ ഈ ദാനം കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നതിനകത്ത് വർഷം അല്ലെങ്കിൽ പോട്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ അവരെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും? അവർക്ക് അന്നന്നത്തുള്ള ആഹാരം കഴിക്കാനുള്ള വക അവരെ കൈ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ദാനം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലത് എന്നാണ് അതിനർത്ഥം. കൊടുക്കുന്നതും അതനുസരിച്ചുള്ള ആയിരിക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ലല്ലോ. പിന്നെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്വത്താണ് കൊടുത്തതെന്ന് പറയാം. പക്ഷെ അപ്പോഴും അച്ഛൻ പറയുന്നത് അച്ഛൻ ഉദ്ദേശിച്ച ബെനിഫിറ്റ് അച്ഛന് കിട്ടിയില്ല എന്ന്. ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ അച്ഛൻ ഉദ്ദേശിച്ച ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ രേണുസുതിക്ക് വീട് അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് മറ്റു വസ്തുക്കളും കൂടി കച്ചവടമായി പോകും എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അതും അല്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കാരണം രേണുസുതിക്ക് അവിടെ വീട് കൊടുത്ത ആൾക്കാരൊന്ന് വീട് മേടിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് മീഡിയക്കാരെല്ലാം പറയുന്നുള്ളൂ. എന്തോ രേണുസുതി പിന്നെ മോഹൻലാലാണോ, മമ്മൂട്ടിയാണോ, അതോ ഐശ്വര്യ റായ് ആണോ? ഒന്നുമല്ലല്ലോ എന്ന് അച്ഛൻ തന്നെ പറയുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറി അല്ല അച്ഛൻ കണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് ബെനിഫിറ്റാണ് അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. പല സ്ഥലങ്ങളിലും നമ്മളെ കാണുമ്പോൾ നിങ്ങളാണല്ലേ കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് നിർമ്മിച്ച് നൽകിയതെന്ന് പലരും പറയാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നിങ്ങളുടെ ആഗ്രഹം അത് തന്നെ ആയിരുന്നല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 10 ആൾ അറിയുക, അത് സംഭവിച്ചല്ലോ. നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രേണു സുധി എടുത്ത് നിങ്ങളുടെ ഈ കമ്പനിയെ കുറിച്ച് ഒരു പരസ്യം ചെയ്യാൻ, വീട് വെച്ച് കൊടുത്തതിനെ കുറിച്ച് ഒരു പരസ്യം ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ രേണു സുധി 15,000 രൂപ ആവശ്യപ്പെട്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളത് ചെയ്ത് കൊടുത്തില്ല. നന്ദി കെട്ടവൾ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാനായിട്ട് അവരെ ഇട്ടുകൊടുത്തു. അങ്ങനെ ഇട്ടുകൊടുത്ത കൂട്ടത്തിൽ തന്നെയും നിങ്ങളുടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമ്പനിക്ക് നല്ല പേര് കിട്ടുകയും ചെയ്തു. അപ്പോൾ താങ്കളുടെ ഉദ്ദേശം അത് തന്നെ ആയിരുന്നല്ലോ. 1 രൂപ മുതൽ മുടക്കില്ലാതെ ആ കമ്പനിക്ക് പേര് കിട്ടുക, ഫേമസ് ആവുക. നടന്നല്ലോ. അവക്കൊട്ട് 5 പൈസയെ കൊടുത്തതുമില്ല. താങ്കളുടെ ഉദ്ദേശം വൈറലാവുകയും ചെയ്തു. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നും ഇനി ഇതിനകത്തോട്ട് വിവാദങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഏതൊരു വീഡിയോ ഇട്ടാലും താങ്കൾ ആദ്യം പറയുന്നത് ഇത് തന്നെ. എന്തായാലും പറ, ബാക്കിയും കൂടെ കേൾക്കട്ടെ. നമ്മുടെ നാട്ടിലൊരു ട്രെയിൻ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് അതിഭീകരമായ ഒരു ദാരുണമായ സംഭവമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മദ്യ ദുരന്തം നടന്നു കഴിഞ്ഞാൽ ഇത്തരം വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ രാജിവെക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് പരിപാടിയല്ല, അതാണ് സത്യം. അതിനു വേണ്ടിയിട്ടാണ് ഓരോരോ വകുപ്പ് ചുമത്തി ഓരോരോ മന്ത്രിമാരെ നിയമിച്ചിരിക്കുന്നത്. അതാത് മന്ത്രിമാർ ഭരിക്കുന്ന അതാത് വകുപ്പിൽ എന്ത് പ്രശ്നം വന്നാലും അവർ തന്നെയാണ് അത് തീർക്കേണ്ടുന്നത്. അത് മനസ്സിലായില്ല ഇവരിക്കും. അല്ല, അങ്ങനെ ഒരു ഉപമ ഇവിടെ ഇപ്പോൾ പറയാനുള്ള കാരണം, ഇവിടെ കൊല്ലം സുധിയുടെ വീടിൻ്റെ പാച്ച് വർക്കുമായിട്ട് അല്ലെങ്കിൽ അതിന് അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ പൊളിക്കുന്നുണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ട്.
എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുതി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത്. അതുപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മളൊരു സുഹൃത്ത് ചെയ്തതാണ്. ഡോറ് വേറെ ആൾ വെച്ചതെന്നാണ്. അവിടുത്തെ ടൈൽ വർക്ക് ഷെറിൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ KFTU എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തതെന്നാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാനാണ്. ഓ, ഇത് പറയാനായിരിക്കും മന്ത്രിമാരെ കൊണ്ടുവന്ന് ഉപമ വെച്ചത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത് ന്യായം. കാരണം വേറെ ആര് എന്ത് ചെയ്തു കൊടുത്തു, എങ്ങനെ ചെയ്തു കൊടുത്തു എന്നതിലല്ല കാര്യം. ഇതിൻ്റെ തലപ്പത്ത് ആരാണ് എന്നുള്ളതാണ് ആദ്യം ചോദ്യം വരുന്നത്. പിന്നെ താങ്കളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം അവർ കൊണ്ടുവരുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അവർ ചെയ്യുന്ന വർക്ക് ഫിനിഷിംഗ് ആണോ എന്ന് നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം താങ്കൾക്കുണ്ടായിരുന്നു. പൂർണ്ണ ഉത്തരവാദിത്തം താങ്കൾക്കായിരുന്നു. കാരണമേ വീട് വെച്ച് നിർമ്മിച്ചത് KHDEC എന്നൊരു കമ്പനിയാണ്. കാരണം ആ കമ്പനിയുടെ പേർക്ക് നാണക്കേട് വരത്തുള്ളൂ. വീടിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായാലോ, ഇപ്പം നിങ്ങളുടെ ആ പേര് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ആയത്. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയോ? നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. അത് സമ്മതിച്ച് തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് നല്ല മനുഷ്യർക്ക് ചേർന്ന പരിപാടി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ക്ഷമ പറഞ്ഞപ്പോഴത്തേക്ക് താങ്കളുടെ ഭാഗം ന്യായമായി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പിടിച്ച പെണ്ണ് ഈ കുറേ നാൾ കൊണ്ട് ഇങ്ങോട്ട് അനുഭവിക്കേണ്ടി വന്ന സൈബർ അറ്റാക്കിന് താങ്കൾ എന്ത് ഉത്തരവാദിത്തം പറയും? താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഇനി താങ്കൾ രംഗത്തില്ല എന്നാണ്. പക്ഷേ താങ്കൾ അണിയറയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മുന്നിൽ പ്രവർത്തിച്ചാലും പിന്നീ പ്രവർത്തിച്ചാലും ഇതെല്ലാം കാണാൻ കഴിവുള്ള ഒരു ശക്തി ഉണ്ടെന്നുള്ളത് മറക്കരുത്. അതാണ് ദൈവം. അപ്പോൾ അങ്ങനെ കണ്ണ് വെട്ടിച്ചെന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? കർമ്മ ഈസ് ബൂമറാങ്. പിന്നെ രണ്ടാമത്തത് മതിലിൻ്റെ കാര്യം. ഞങ്ങൾ മതിൽ കെട്ടാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 അടിയോളം ഉയരത്തിലാണ് ആ വീടിൻ്റെ പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ടും നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മഴ ഒന്ന് വന്നു കഴിഞ്ഞാൽ വീട് ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന സ്ഥലമാണെന്ന് വീട് വെച്ച് കൊടുത്ത ആൾ തന്നെ പറയുന്നു. എന്നിട്ടാണ് അച്ഛൻ പറയുന്നത് ആ സെന്റിന് 4 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്ന്. എൻ്റെ കർത്താവേ, ആ മതിൽ കെട്ടിക്കൊടുത്തത് നന്നായി, ഇല്ലെങ്കിൽ ആ വീടും വീട്ടുകാരും അവിടെ കാണത്തില്ലായിരുന്നു. വേറൊന്നും പറയാനില്ല, ഇത്രേ ഉള്ളൂ. ഈ അബദ്ധങ്ങൾ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഇഷ്യൂ വൈൻഡപ്പ് ചെയ്യണം. താങ്കൾക്ക് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു സോറി പറഞ്ഞ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു ആയുസ് മുഴുവൻ അനുഭവിക്കേണ്ടെന്ന് അനുഭവിച്ച് കഴിഞ്ഞു ആ ഒരു കൊച്ചു കുടുംബം. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് ഒന്നും പറയാനില്ല. ഒരു സോറി, നമ്മൾ എന്ത് ചെയ്താലും ഒരു സോറി പറയുമ്പോൾ അവിടെ തീരും എന്നാണ് ധാരണ എല്ലാവരുടെയും. പക്ഷെ അവർ അനുഭവിച്ചിട്ടുള്ളത് അന്നേരം അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന വിഷമങ്ങളും ദൈവത്തിൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും ഈ തെറ്റ് ചെയ്തവർക്ക് കിട്ടിയിരിക്കും. അവർ രേണുവിൻ്റെ വീട്ടുകാരും ചൂണ്ടിക്കാണിച്ച തെറ്റുകളെല്ലാം തെറ്റ് തന്നെയായിരുന്നു. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ അവരെ കൊണ്ട് ഇത്രയൊക്കെ അങ്ങ് സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാനായിട്ടങ്ങ് ഇട്ടുകൊടുത്തു. അപ്പോൾ എന്തായാലും സോറി പറഞ്ഞ് എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സോറി സത്യസന്ധമായിട്ടാണെങ്കിൽ ഇനി അവർക്ക് ഒരു സാധനം കൂടി ആ വീടിൽ നിന്ന് കിട്ടാനുണ്ട്. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. എല്ലാവരും പറയുന്നു, ഒരുപാട് വീടിയുടെ താഴെ വന്ന് കിടന്ന് പറയുന്നു അവർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന്. പക്ഷേ അവർക്ക് ഇന്ന് ഈ നിമിഷം വരെയും ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ടുന്ന ആൾ തന്നെയാണ് പറഞ്ഞത് അത് കിട്ടിയിട്ടില്ല മോളേ എന്ന്. അപ്പോൾ ഈ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് മീഡിയയിലുള്ള എല്ലാം ഇപ്പോൾ ഈ വീടിയുടെ താഴെയും വരും അത് അവർക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞു. ഞാൻ 2-3 വീഡിയോയ്ക്ക് മുന്നേ ഇട്ടിരുന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന്. അപ്പോഴും വന്ന് കമൻറ്റ് പറഞ്ഞു അത് കിട്ടിയെന്നാണല്ലോ പറഞ്ഞതെന്ന്. എന്നാൽ കേട്ടോ, അത് വീട് വയ്ക്കുമ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുമല്ലോ, ആ പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ സാക്ഷൻ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. വീട് പൂർത്തിയായി, അത് താമസ യോഗ്യമാണ്, ആ പറഞ്ഞ സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് താങ്കൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്ത് അവരുടെ അടുത്തൊരു സോറിയും കൂടെ പറഞ്ഞ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്കും കൂടി അവർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടില്ല. ആ ചീതാനം അടിച്ച് അകത്ത് കയറി വെള്ളം തെറിക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ ക്ലിയറാക്കി കൊടുത്തിട്ടുള്ളൂ.
അപ്പം അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വോയിസ് ഇടുന്നത്. അന്നേരം വീഡിയോ എടുത്തതിനകത്ത് പറയാൻ പറ്റില്ല. ഓക്കേ. പിന്നെ എനിക്ക് ഈ രേണുവിൻ്റെ പിന്നാലെ ചൊറിഞ്ഞുറിഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. കേട്ടല്ലോ, നിങ്ങൾ ഇത്ര മാത്രം അവളെ തൂക്കുകയറിനകത്തിട്ട് തൂക്കി ആട്ടിയ കുടുംബത്തിനെ മൊത്തം ഇട്ട് ആട്ടിക്കൊണ്ട് നടന്ന ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പുറത്താണ്. അതായത് വീട് വെച്ച് കൊടുത്തവരെടുത്ത് നന്ദികേട് കാണിച്ച്, വസ്തു കൊടുത്തവർക്ക് നന്ദികേട് കാണിച്ച്, എന്തോ നന്ദികേട് കാണിച്ചെന്നാ അവർ തന്നെ ഇപ്പം മുന്നിട്ട് വന്ന് സോറി പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? നിങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് കാണാൻ ഇനി പറ്റത്തില്ല. ഏറി നിർത്തി നെഗറ്റീവ് പറഞ്ഞ് കാശ് മേടിച്ച് അരി മേടിച്ച് തിന്ന് ശീലിച്ചു പോയി. ആ ശീലം നിങ്ങൾക്ക് ഇനി മാറ്റാൻ പറ്റില്ല. നിങ്ങളും ചെയ്തോ, നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നോ. ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് ദൈവം തോന്നിപ്പിക്കും സോറി എന്ന 2 വാക്ക് പറയിക്കാൻ. അതുവരെ നീയൊക്കെ പറഞ്ഞോ, ഞാൻ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾ ഇടുന്ന ഇനി ഏത് വീഡിയോ, എന്ത് തരം വീഡിയോ ഇട്ടാലും അതിന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയാൽ ഞാൻ ആ വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ഇട്ടിരിക്കും. പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താനോ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നോ എന്നെ ജയിലിനകത്തിട്ട് കൊളക്കട്ട വിധിക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ട് ആരും വരണ്ട. ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളൊക്കെ അങ്ങ് ചെയ്തു. ഞാൻ ആ ഒരു മനുഷ്യരെ വീട്ടിൽ കയറി കൊള്ള നടത്തിയിട്ടില്ല. വേറുള്ള രാജ്യദ്രോഹ കുറ്റം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കൺമുമ്പിൽ വരുന്ന വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. ഇപ്പോഴും ചെയ്യുന്നു, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലേ, കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.